വിദ്യാ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ കേരളത്തിൽ ഉടനീളം 85ഓളം അസോസിയേറ്റ് സ്കൂളുകളുള്ള ഒരു ഓർഗനൈസേഷനാണ്. വിദ്യാ കൗൺസിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന 2 സ്കൂളുകൾ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരെ വാദി റഹ്മ ഇംഗ്ലീഷ് സ്കൂൾ, അതേപോലെ തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവിലുള്ള അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ. ഈ 2 സ്കൂളുകൾക്കും നെബറ്റ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്കൂളുകൾക്കുള്ള ഒരു ആദരവ് ചടങ്ങ് സെപ്റ്റംബർ 7 ശനിയാഴ്ച കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ചെറിയാനാണ് മുഖ്യാതിഥി. അതേപോലെ BSNLന്റെ സീനിയർ മാനേജർ മിസ് സാനിയ അബ്ദുൽ ലത്തീഫ് സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നെബറ്റ് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, അതിന്റെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഫോർമൽ എഡ്യൂക്കേഷൻ വിഭാഗമാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അഥവാ നെബറ്റ്. സ്കൂളുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അക്രഡിറ്റേഷൻ സംവിധാനമാണ് യഥാർത്ഥത്തിൽ നെബറ്റ്. നിലവിൽ കേരളത്തിൽ 5 സ്കൂളുകൾക്ക്, അതായത് വാദി റഹ്മയും അൻസാർ ഇംഗ്ലീഷ് സ്കൂളും ഉൾപ്പെടെ കേവലം 5 സ്കൂളുകൾക്ക് മാത്രമാണ് നെബറ്റ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. വാദി റഹ്മ 4ാമത്തതും അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ 5ാമത്തതും നെബറ്റ് അക്രഡിറ്റേഷൻ നേടിയ 5ാമത്തെയും സ്കൂളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു നേട്ടമാണ്. ആ നേട്ടം ഈ സ്കൂളുകളെ ആദരിക്കുന്ന ചടങ്ങാണ് നാളെ സെപ്റ്റംബർ 7 ശനിയാഴ്ച രാവിലെ 9:30 മണിക്ക് കോഴിക്കോട് കാലിക്കറ്റ് ടവർ ഹോട്ടലിൽ വെച്ച് നടക്കുന്നത്.